बच्चों, सबको नमस्कार। इന്ന് നമുക്ക് ഒരു കവിത പഠിക്കാം. कविता का नाम है बबुआ और बूढ़ा. ആൺകുട്ടിയും വൃദ്ധനും. कवि का नाम है, देखो, ഷേൽ സിൽവർസ്റ്റൈൻ. ഈ കവിത കുട്ടിയും വൃദ്ധനും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചാണ് കവി ചിത്രീകരിക്കുന്നത്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, പ്രായമായാൽ കുട്ടികളെ പോലെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവരിലുള്ള സാമ്യങ്ങൾ? ഇതാണ് കവി ഈ കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കവി പറയുന്നത് കൊണ്ട് കവിക്കൊക്കെ ഉദ്ദേശിക, അതായത് പ്രായമായവരെയും കുട്ടികളെയും പൊതുവെ അവർ പറയും നമ്മളെ കണക്കിലെടുക്കാറില്ല. എന്നാൽ ഗൗരവമുള്ള കാര്യങ്ങൾ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് സ്നേഹവും അവരെ നമ്മൾ പരിഗണിക്കലും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദേശം കൂടി കവി ഈസ് കവിതാധാര ഹംസെ ഖൈന ചാഹത്ത ഹെ. അപ്പോൾ നമ്മൾ കവിതയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഭാഷയിൽ കവിത പഠിക്കുന്ന നിങ്ങൾ ഭാഷയിൽ ഹിന്ദി ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതോടൊപ്പം പുതിയ പുതിയ ആശയങ്ങൾ, സന്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടിയായിട്ടാണ്. ഏതായാലും ഈ കവിത ഞാൻ ചൊല്ലുമ്പോൾ മേരെ സാത്ത് തും സബ് ആലാപ് കരോ. അപ്പോൾ 4 വരികളായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യത്തെ 4 വരി, അപ്പോൾ അത് ക്ലിയർ ആക്കിയ ശേഷം അടുത്ത 4 വരിയിൽ അങ്ങനെ പോവാം. പഹലെ 4 पंक्तियां देखो. मैं एक बार भी कहना चाहता हूँ, तुम मेरे साथ आलाप करो. बबुआ बोला अक्सर मेरा, चम्मच मुझसे गिर जाता है. बूढ़ा बोला जाने भी दो, मुझसे भी यह हो जाता है. तुम सब चित्र देखो. चित्र में बबुआ एक छोटा लड़का है. बबुआ एक छोटा लड़का, आनगुटी. उसके साथ कौन है? कौन बैठता है? एक बूढ़ा बैठता है. एक बार भी देखो, बबुआ बोला अक्सर मेरा, चम्मच मुझसे गिर जाता है. बबुआ क्या बोला? अक्सर, ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന്. അക്സർക്ക അർത്ഥം ക്യാ ഹേ? മിക്കപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന്. ചമ്മച്ച് എന്ന സ്പൂൺ വീണു പോകുന്നു. ബൂഢാ ക്യാ കഹാ? बूढ़ा बोला जाने भी दो, मुझसे भी यह हो जाता है. അത് പോട്ടെ, അത് എൻ്റെ അടുത്തുനിന്നും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ 4 വരിയിൽ വരുന്ന അർത്ഥങ്ങളും കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് വായിച്ചു നോക്കാം. ബബുവ ആൺകുട്ടി, എ ബോയ്. അക്സർ മിക്കപ്പോഴും, ഓഫൺ. ചമ്മച്ച് സ്പൂൺ. ബൂഡ വൃദ്ധൻ, ഓൾഡ് മാൻ. ബോല പറഞ്ഞു, ടോൾഡ്. ഈ ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത 4 വരിയിലേക്ക് പോകാം. ബബുവ ബോല കബി കബി തോ, തും മേരെ സാത്ത് ആലാപ് കരോ. അതാണ് ഞാൻ ഇടയ്ക്കൊരു ഒന്ന് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചൊല്ലാനുള്ള സമയം കൂടെ തരികയാണ്. ഒന്നുകൂടെ. ബബുവ ബോല കബി കബി തോ കർ ദേത്താ ഹും നിക്കർ ഗീലി, हम भी कर देते हैं सूसू, करनी पड़ती धोती ढीली.
एक बार भी देखो. बबुआ बोला कभी कभी तो कर देता हूँ निकर गीली. ആൺകുട്ടി വീണ്ടും പറഞ്ഞു, ചിലപ്പോഴൊക്കെ എൻ്റെ നിക്കർ നനയാറുണ്ട്. हम भी कर देते हैं सूसू करनी पड़ती धोती डीली. बूढ़ा क्या कहा? എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ? വൃദ്ധൻ പറഞ്ഞു. അപ്പോൾ ഈ 4 വരിയിൽ വരുന്ന ശബ്ദോं का अर्थ देखो. कभी कभी ചിലപ്പോൾ, ഗീലി നനഞ്ഞ വെറ്റ്, ടീലി അയവുള്ള ലൂസ്, ധോത്തി മുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത 4 വരിയിലേക്ക് പോകാം. ബെഡാരുവണ്ട ബെച്ചാഹൂമേ अब बबुआ ने बात उड़ाई. बूढ़ा बोला मैं भी आती मुझको बहुत रुलाई. इसका आशय देखो. बेडा रोंडा बेचा हूँ मैं अब बबुआ ने बात उड़ाई. बबुआ ने क्या कहा? ഞാൻ ഒത്തിരി കരയുന്ന ശാഠ്യക്കാരനാണ്. ബൂഢാനെ ക്യാ കഹാ? അതെ അതെ, എനിക്കും ഒരുപാട് കരച്ചിൽ വരാറുണ്ട്, വൃദ്ധൻ പറഞ്ഞു. അല്ലേ? ഒരു ഭാഷ കൂടെ. एक बार भी देखो. बेडारुवंडा बेचा हूँ मैं अब बबुआ ने बात उड़ाई. बूढ़ा बोला मैं भी आती मुझको बहुत रुलाई. ഈ ഭാഗത്ത് വരുന്ന വാക്കുകളെ അർത്ഥം. റുവണ്ട കരയുന്ന, ക്രൈങ്, രോനേവാല. രുലായി കരച്ചിൽ. ഇതിലാണല്ലോ. ഇനി അവസാനത്തെ വരികളിലേക്ക് കടക്കാം. നമുക്ക് ശ്രദ്ധിക്കാം. ബബുവ ബോല ബഹുത് ബുരാ ഹെ ബഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ. बबुआ बोला बहुत बुरा है बेड के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी मुझे पता है तुम जो कहते. क्या कहा? बबुआ बोला बहुत बुरा है बेड के हम पर ध्यान न देते. ആൺകുട്ടി എന്താ പറഞ്ഞത്? ഇത് വലിയൊരു മോശമാണ്, മോശപ്പെട്ട കാര്യമാണ്. എന്ത്? മുതിർന്നവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ബെഡ്ക്കെ ഹം പർ നഹീ ധ്യാൻ ദേത്തെ. ബൂഢേ ने बूढ़े हाथों से हाथ फिराया बबुआ पर. ആ വൃദ്ധൻ തൻ്റെ കൈ ആൺകുട്ടിയുടെ തോളത്ത് വെച്ചിട്ട് പറഞ്ഞു, സമझ रहा हूँ बात तुम्हारी तुम क्या कहता है मुझे समझा. നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മുझे അതായത് അതിനുദ്ദേശം എന്താ? അതുപോലെ തന്നെയുള്ള അവസ്ഥ ആർക്കും ഉണ്ടാവാറുണ്ട്. അതാണ് വൃദ്ധൻ പറഞ്ഞത്. അല്ലേ? ഇവിടെ ഈ കവിത അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് ഇതായി ബന്ധപ്പെട്ട ചില വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്യാണ്ട്. ഈ ബബുവ ഓർ ബൂഢ എന്ന കവിതയ്ക്ക് ശേഷം വരുന്ന വർക്ക്ഷീറ്റുകൾ പരിചയപ്പെടാം. നോക്കാം. बबुआ बोला बहुत बुरा है बेड के हम पर ध्यान न देते. बूढ़े ने बूढ़े हाथों से हाथ फिराया बबुआ पर. समझ रहा हूँ बात तुम्हारी मुझे पता है तुम जो कहते.
ബെഡ്കെ ഹം പർ ധ്യാൻ ന ദേത്തെ. അപ്പോൾ ഈ വരികളുടെ ആശയം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് മുതിർന്നവർ ഞങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കാറേ ഇല്ല. ഇത് വലിയൊരു മോശപ്പെട്ട കാര്യമാണ്. ഇതുതന്നെയാണ് വൃദ്ധനും പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നിരീക്ഷിച്ച അനുഭവം എന്താണെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം എൻ്റെ ഈ വർക്ക്ഷീറ്റിൻ്റെ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉത്തരം പറയാം. ഇവിടെ पहले हमारे यहाँ संयुक्त परिवार की व्यवस्था थी. एक परिवार में अनेक सदस्य थे. दादा दादी पिता माता चाचा चाची जैसे. पोतों की देखभाल दादी करती थी. लेकिन आज स्थिति बदल गई. संयुक्त परिवार के स्थान पर अब अणु परिवार है. घर में केवल पिता माता और एक दो बच्चे हैं. बच्चों को माता पिता उचित स्थान नहीं देते. स्वार्थता, संबंधों की शिथिलता, निमर्मता, निस्संगता आदि अणु परिवार में पलने वालों की विशेषताएं हैं. അപ്പോൾ ഞാൻ ഇതിൻ്റെ മലയാളത്തിൽ ഇതിൻ്റെ ഒരു ആശയം കൂടെ പറയാം. പണ്ട് നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ ആയിരുന്നു. അതായത് പഹലെ ഹമാരെ യഹാം സംയുക്ത് പരിവാർ കി വ്യവസ്ഥ थी. ഞാൻ അടുത്ത വാക്യം എന്താ? ഏക് പരിവാർമേ അനേക സദസ്യത്തെ. ഒരു കുടുംബത്തിൽ അനേക അംഗങ്ങൾ ഉണ്ടായിരുന്നു. ദാദാ ദാദി പിതാ മാതാ ചാച്ചി ചാച്ച ജൈസെ. മുത്തശ്ശൻ മുത്തശ്ശി അച്ഛൻ അമ്മ ചെറിയച്ഛൻ എന്നിങ്ങനെ. തബ് പോത്തോं की देखभाल दादी करती थी. അക്കാലത്ത് കുട്ടികൾ മുത്തശ്ശിമാരോടൊപ്പമായിരുന്നു വളർന്നിരുന്നത്. പിന്നെയോ ലേക്കിൻ ആജ് സ്ഥിതി ബദൽ ഗയി. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. സംയുക്ത പരിവാർ കെ സ്ഥാൻ പർ അണു പരിവാർ ഹേ. കൂട്ടുകുടുംബത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അണുകുടുംബമാണ്. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം. घर में केवल पिता माता और एक दो बच्चे हैं. വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളും ആയി മാറി. മാതാപിതാ बच्चों को माता-पिता उचित स्थान नहीं देते. കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഉചിതമായ സ്ഥാനം കൊടുത്തുന്നില്ല. സ്വാർത്ഥത, संबंधों की शिथिलता, निमर्मता, निस्संगता आदि अणु परिवार में पलने वालों की विशेषताएं हैं. സ്വാർത്ഥത, ബന്ധങ്ങളുടെ കെട്ടുറപ്പില്ലായ്മ, ആത്മാർത്ഥതയില്ലായ്മ ഇവയൊക്കെ അണുകുടുംബത്തിൽ വളരുന്നവരുടെ പ്രത്യേകതകളാണ്. ഇതാണ് ഈ കവിതയിലൂടെ കവി ഇതും കൂടെ ഈ ആശയം കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആയത്ത് വർക്ക്ഷീറ്റ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് നമുക്ക് നിങ്ങൾ നോക്കുക. ഗേലേങ് ആങ്ക് മിച്ചൗനി വർണ്ണോं में छिपे शब्द चुन ले और लिखे. അക്ഷരങ്ങൾ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, ഈ കള്ളിയിൽ കുറേ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചാൽ അർത്ഥമുള്ളൊരു വാക്കുണ്ടാവും. ഇതിലൊരു വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ
ന മ സ അ ഇത് കൂട്ടിയാൽ എന്താണ് ആസ്മാൻ. അതുപോലെ നിങ്ങൾ പരിചയപ്പെട്ട കുറേ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. അതിന് ശേഷം ഞാൻ എഴുതിയ വാക്കുകൾ നിങ്ങൾ എഴുതിയതും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്താം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആസ്മാൻ, സൂരജ്, ഉല്ലു, കിതാബ്, സംസാർ, സാഗർ, ഭാരത്, ഗഹര, പിതാ, ബബുവ, രാത്, സിതാര, ഹര, ജവാബ്, ആവാസ്, ഹിരൺ, ധ്യാൻ, അംബർ. അപ്പോൾ ഇത്രയും വാക്കുകൾ. അപ്പോൾ ഇതിൻ്റെ പിന്നെ അർത്ഥങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ പിന്നെ ഈ കഥയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ കവിതയിലെ കുറച്ച് വാക്കുകളും ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും बहुत बहुत धन्यवाद. अगला कक्षा में मिलेगा. ओके बाय.